ഇതുപോലത്തെ വലിയ വണ്ടിയൊക്കെ വരുന്ന വഴിയാണിത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ പാലം ഇങ്ങനെ പകുതി പൊളിഞ്ഞു പോയിരിക്കണം. നമ്മുടെ പാലത്തിൻ്റെ ബാക്കി ആ റോഡ് പൂർണ്ണമായിട്ടും ഇവിടെ ഒഴുകിപ്പോയതാണ് പ്രളയത്തിൽ. അപ്പോൾ അതാണ് ഇപ്പോൾ ജനങ്ങളുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ തൽക്കാലം മണ്ണൊക്കെ ഇട്ട് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ സതീഷ് മണലിപ്പുറമാണ്. വില്ലേജ് വ്യൂവിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ. നമ്മളിന്ന് മൂച്ചിക്കടവിലാണുള്ളത്. അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന പുഴ സിരുവാണി പുഴയാണിത്. അപ്പോൾ ഇതാണ് സിരുവാണി പുഴ. അപ്പോൾ ഇത് സിരുവാണി ഡാമിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണിത്. അപ്പോൾ നമ്മൾ മൂച്ചിക്കടവിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മളിപ്പോൾ നടക്കുന്ന സ്ഥലമൊക്കെ നേരത്തെ കരയായിരുന്നു. അപ്പോൾ 2 വർഷം മുമ്പുള്ള പ്രളയത്തിൽ ഇതിലേ കൂടിയൊക്കെ വെള്ളം ഒഴുകി ഇവിടെ മൊത്തം ഇപ്പോൾ കരയൊക്കെ എടുത്ത് പോയി. ഇവിടെ നിന്ന് മൊത്തം കല്ലുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനപ്പോൾ ഇതിലിങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഞാനിങ്ങനെ സഞ്ചരിച്ച് വരുമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. വഴി അതാ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മുടെ പാലം അന്ന് 2018 പ്രളയത്തിൽ തകർന്ന പാലമാണ് ഈ കിടക്കണത്. പാലത്തിൻ്റെ കൈവരിയൊക്കെ തകർന്നിട്ടുണ്ട് അവിടെ. ഇതെല്ലാം ആ പ്രളയത്തിൻ്റെ ബാക്കിയാണത്. ഇവിടെ കരയായിരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നമ്മുടെ പാലം അങ്ങനെ തകർന്നവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ പ്രളയത്തിൽ നമ്മൾ 2018 കേരളത്തിൽ മൊത്തം പ്രളയമായിരുന്നല്ലോ. അത് നമ്മുടെ അട്ടപ്പാടിയിലും നല്ല കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് ഈ ഭാഗത്താണ് നമ്മുടെ പാലം പൊളിഞ്ഞിടക്കുകയാണ്. പാലത്തിൻ്റെ ഇപ്പുറത്തുള്ള ഭാഗം മൊത്തം വെള്ളം കൊണ്ട്, ഈ റോഡ് മൊത്തം വെള്ളം കൊണ്ടുപോയതാണ് ഈ റോഡിനെ. ഇപ്പോൾ 2020 ഇപ്പോൾ 2 വർഷമായി ഇവിടുത്തെ റോഡ് ഇങ്ങനെ ഒഴുകിപ്പോയിട്ട്. അപ്പോൾ ഇതുവരെ ആ റോഡിൻ്റെ പണിയൊന്നും നടന്നിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളെല്ലാവരോടും സഹകരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തിരിക്കണത്. മണ്ണിട്ട് പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് യാത്രയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ അവിടെ മണ്ണൊക്കെ നിരത്തിയിട്ട് അവിടെ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഇനിയൊരു ശക്തമായ വെള്ളവും കൂടി വന്നാൽ ഇതൊക്കെ വീണ്ടും പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാറിട്ട റോഡായിരുന്നു, അതാണ് ഈ ഒഴുകിപ്പോയത് ആ മഴ വന്ന പ്രളയത്തിൽ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ അത് 2 വർഷമായിട്ട് നന്നാക്കാത്തതുകൊണ്ട് താൽക്കാലികമായിട്ട് മണ്ണൊക്കെ ഇട്ട് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ സഹകരിച്ചിട്ടാണ് ചെയ്തിരിക്കണത്. ഇത്ര നേരം പണിയാകുന്ന ഈ വണ്ടി പോണവരൊക്കെ ഇതിൻ്റെ പണിതുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവിടെ. അപ്പോൾ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ടിപ്പറിനെ കൊണ്ടുവന്ന് ഇവിടെ അടിക്കും. എന്നിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് അത് നിരത്തിയിടും. അപ്പോൾ ഇനിയൊരു വെള്ളവും കൂടി വന്നത് താങ്ങില്ലത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ചിലപ്പോൾ ഒരു റോഡ് വന്നാൽ നന്നായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് വേണ്ട രീതിയിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനൊക്കെ വേണ്ടി. കാരണം നമ്മുടെ മൂച്ചിക്കടവ് പാലമാണിത്. പ്രളയത്തിൻ്റെ ബാക്കിയാണിത്. പ്രളയം വന്ന് വെള്ളവും മരവും എല്ലാം കൂടിയൊക്കെ ഒഴുകി വന്ന് നമ്മുടെ അതിൻ്റെ കൈവരിയൊക്കെ തകർത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇപ്പുറ സൈഡിൽ ഒരു പകുതി കൂടുതൽ പോയിരിക്കുകയാണ് ഇവിടെ കൈവരി ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊരു ഭീഷണിയാണിത്. ധാരാളം വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഷോളയൂരിനെയും അഗളിയെയും ബന്ധിപ്പിക്കുന്നൊരു പാലമാണിത്. അപ്പോൾ ഇതുപോലത്തെ വലിയ വണ്ടിയൊക്കെ വരുന്ന വഴിയാണിത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ പാലം ഇങ്ങനെ പകുതി പൊളിഞ്ഞു പോയിരിക്കണം. നമ്മുടെ പാലത്തിൻ്റെ ബാക്കി ആ റോഡ് പൂർണ്ണമായിട്ടും ഇവിടെ ഒഴുകിപ്പോയതാണ് പ്രളയത്തിൽ. അപ്പോൾ അതാണ് ഇപ്പോൾ ജനങ്ങളുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ തൽക്കാലം മണ്ണൊക്കെ ഇട്ട് ഉയർത്തി വെച്ചിരിക്കുകയാണ്. സൈഡിലൊക്കെ ഇതിങ്ങനെ ചാക്കിൽ മണ്ണ് നിറച്ചാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കണത്. ഇതൊക്കെ ഒരു താൽക്കാലം പോകാനുള്ളൊരു സൗകര്യം മാത്രമാണത്. നല്ലൊരു മഴ വന്നാൽ വീണ്ടും പഴയ പോലെ തന്നെ ആകും അത്. ഈ പാലത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാലത്തിന് അനുബന്ധമായി റോഡിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണത്. ഈ വഴിയും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പാസിങ് ഭയങ്കര ബുദ്ധിമുട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയും ഭാഗത്ത് മണ്ണിട്ടെന്ന് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വേറെ ഇവിടെ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് ടിപ്പറിന്. ഇതെല്ലാം ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയിലാണ് ഇതെല്ലാം ചെയ്യണത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളെല്ലാവരും കൂടി സഹകരിച്ചാണ് ഈ റോഡ് ഇപ്പോൾ ഈ ഒരു കാണുന്നൊരു നിലയിൽ എത്തിച്ചിരിക്കുന്നത്.
അപ്പോൾ ആ ലോഡ് അവിടെ അടിക്കാൻ പോവുകയാണ്. അതങ്ങനെ അവിടെ കൊട്ടിയിടും. എന്നിട്ട് അതിന് ശേഷം ഇവിടെയൊക്കെ അതിനെ തട്ടി നിരപ്പാക്കും. അതെല്ലാം ഇവിടുത്തെ ആൾക്കാർ ജനങ്ങൾ തന്നെയാണ് സഹകരിച്ചാണ് ചെയ്യണതെല്ലാം. അവിടെ ആ കൊണ്ടുവന്നിട്ട മണ്ണ് നിരത്താനായിട്ട് ധാരാളം ചേട്ടന്മാർ പണിയെടുക്കുന്നുണ്ട്. ഈ റോഡ് വീണ്ടും പഴയ രീതിയിൽ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. ഈ വഴിയുടെ ഇന്നത്തെ ഈ ശോചനീയാവസ്ഥയ്ക്ക് ഗവൺമെൻറ് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇടപെടട്ടെ. ഇവിടുത്തെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ശക്തമായൊരു ഇടപെടൽ ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ഗ്രാമത്തിലെ മറ്റൊരു ഗ്രാമീണ കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ വിടാം.